തങ്കോ ഏയ് ഞാൻ ഇറങ്ങാൻ പോണേ. ശ്രദ്ധിച്ച് പഠിക്കും മോനെ. പറഞ്ഞു പഠിക്കും. പറഞ്ഞു എങ്ങനെയാ ഡാഡി ഇത് പടം വരയ്ക്കണല്ലേ? പടം വരയ്ക്കണാണെങ്കിലും അത് അങ്ങനെ. എവിടെ പോണ്? അങ്ങനെ പോവാന്ന് പറ്റില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പിന്നെ വേറെ ആരും നോക്കൂ. നിന്റെ തള്ളയുടെ നാക്കെന്ന് ഇറങ്ങിപ്പോയോ? അല്ല അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കണ്ട ഈ ചോദ്യം ചെയ്യല. ഇനി തള്ളേനെ പറഞ്ഞോ? അതിനും തള്ളേനെ പറഞ്ഞോ? അതെ, ഒന്നും പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അവരിത് കണ്ടും കേട്ടോ വളരണത്. അതറിയോ? അതെ, നീ എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട. നിന്നെ കെട്ടിച്ചു വിടുമ്പോൾ നിന്റെ കെട്ടിയാണ് നീ ഇതുപോലെ ചോദ്യം ചെയ്താൽ മതി. എന്നെ ചോദ്യം ചെയ്യാൻ ഇവിടെ ഒരാളുണ്ട്, അത് മതി. അത് എന്നെ സഹിക്കാൻ വയ്യാതെ നിൽക്കുകയാണ് ഞാൻ ചോദ്യം ചെയ്തല്ലേ. ഇവന് PTA മീറ്റിംഗ് ഉണ്ടെന്ന് ഇന്നലെ രാത്രി തൊട്ട് ഞാൻ പറയുമല്ലേ. മീറ്റിംഗ് ഉണ്ടെങ്കിൽ അത് നടക്കും. മീറ്റിംഗ് അതിനേക്കാളും വലിയൊരു മീറ്റിംഗിനാണ് മീറ്റിംഗ്. അമ്മ പോവൂല, ഡാഡി പോകട്ടെ. തങ്കം, ഞാൻ പോണത് ഒരു അത്യാവശ്യം ഒരു കാര്യത്തിനാണ്. നമുക്കൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണ്. എന്ത് അത്യാവശ്യം? പറ. ഈ അത്യാവശ്യം ഈ PTA മീറ്റിംഗ് ഇപ്പൊ 2 മണിക്ക് അവിടെ ചെല്ലുമ്പോ എന്തായാലും വേണം. അത് മാറ്റി വെക്കൂലല്ലോ നമ്മുടെ കൊച്ചിന് വേണ്ടിട്ട്. ഒരാൾ അവിടെ ഒരിടത്ത് പറയട്ടെ, ഒരു ആവശ്യം അദ്ദേഹത്തിന് ഞാൻ പോയി നടക്കേണ്ട ഒരു കാര്യം. ഒരു 5 സെന്റ് വീടും സ്ഥലവും ഒരിടത്ത് കൊടുക്കാനുണ്ട് ഇനിപ്പോട്. അപ്പോൾ അയാൾക്ക് ആ വീട് വാങ്ങണമെന്നുണ്ട്. അപ്പോൾ ആ വീട് ഞാൻ കാണിക്കാൻ കൊണ്ടുപോകും. അത് പോയാൽ കച്ചവടം നടന്ന് എന്റെ പൊന്ന് ക്ലീറ്റോ, ആരെങ്കിലും കൊണ്ട് അയാൾ കച്ചവടം നടത്തട്ടെ. ക്ലീറ്റോ പോയാൽ ആരെങ്കിലും ഒന്നുമല്ല, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട അതെങ്ങനെ ഞാൻ പറയും? എന്താ പറയാൻ പറ്റാത്ത? എന്റെ തങ്കം അയാൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇത് വാങ്ങിക്കുമ്പോ ആരോടും പറയരുത് ക്ലീറ്റോ. ഇത് പ്രമാണം എഴുതി കഴിഞ്ഞ് എല്ലാം എന്താ പറഞ്ഞാല് എവിടെയോ കിടക്കുന്ന സ്ഥലം കച്ചവടം ചെയ്യുമെന്ന് ആള് പറഞ്ഞാൽ അത് നീ ഇതേ ഞാൻ ഒരു കാര്യം എനിക്കറിയണം. കളിക്കല്ലേ തങ്കം? അതെ, PTA മീറ്റിംഗ് ആണ് നിന്റെ പ്രശ്നമെങ്കിൽ അവള് മുത്തു പോകും. PTA മീറ്റിംഗ് പ്രശ്നമാണ്, മുത്തല്ല പോകേണ്ടത്. അപ്പനും അമ്മയും ജീവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം പോണം. ഈ PTA മീറ്റിംഗിന്റെ ഫുൾ ഫോം അറിയോ? PTA മീറ്റിംഗ് PTA പാരന്റ്സ് ടീച്ചർ അസോസിയേഷൻ ആണ്. ഞാൻ ചേച്ചിയാണോ? പാരന്റ് ആണോ പോവാൻ? PTAക്ക് വേറെ അർത്ഥമുണ്ട്, പിരിച്ചു തീറ്റി അസോസിയേഷൻ. അങ്ങനെയും പറയും ഞങ്ങൾ പണ്ട്. ബഹളം വെക്കല്ലേ, ഞാൻ എവിടെ പോട്ടെ? മാറുതങ്ക, അമ്മ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. എവിടെയെങ്കിലും പോട്ട് മാറമ്മ. അൻസാറിന്റെ അമ്മാവനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം അവിടെ. ഞാനേ അൻസാറിന്റെ അമ്മാവൻ അവിടെ കാത്തു നിൽക്കുകയാണ്. ഞാൻ പോട്ടെ. അൻസാറിന്റെ മാമ. എങ്ങനെയാ ക്ലീറ്റ് ഇത്ര ആനമന്തൊക്കെ നുണ പറയാൻ പഠിച്ചത്? അമ്മാവനെ വിളിക്കട്ടെ കേട്ടോ. ഞാൻ അമ്മാവനെ വിളിക്കാം. നമ്മുടെ അമ്മാവനല്ല, നമ്മുടെ അമ്മാവൻ തന്നെ. പൊളിഞ്ഞു ഡാഡി ഇങ്ങോട്ട്. അതെ, അമ്മാവൻ പ്രത്യേകം പറഞ്ഞു അടുത്തും പറയല്ലേ പ്ലീസ്. ഡാഡി എനിക്ക് PTA മീറ്റിംഗ് ഉണ്ട്. ഡാഡി വാ ഡാഡി. നിനക്ക് ഏറ്റവും ഇഷ്ടം അമ്മയല്ലേ? അമ്മ കൂടെ പറഞ്ഞാലേ നിനക്ക് ഇഷ്ടമാണ്. അമ്മ പണ്ടേ വരാറില്ല. ഡാഡിയല്ലേ എന്റെ PTA മീറ്റിംഗ്. അമ്മ പോയാലും ചേച്ചിയും കൂടെ വിളിച്ചോണ്ട് 2 കൂടെ പോവാ. PTA ഗമ ആയിക്കോട്ടെ. അതെ, ഞാൻ പോട്ടെ. അവന് വിഷമാവും. അടുത്ത മീറ്റിങ്ങിന് ഡാഡി വരും. അല്ലെങ്കിൽ അടുത്ത PTA മീറ്റിംഗ് നമുക്ക് ഇവിടെ വെച്ച് നടത്താം. ഓക്കെ പറ്റേ? പിന്നെ അമ്മ ഞാൻ പോയിട്ട് കാര്യമൊന്നുമില്ല. ആരെയും പോണം. അവന്റെ റിപ്പോർട്ടൊക്കെ തരുന്ന മാർക്ക് അങ്ങോട്ട് ചെല്ലാൻ പാകത്തിനാണോ? ആരെങ്കിലും എന്തെങ്കിലും ഗുഡ് ബോയ്. ഇത്രയൊക്കെ ഉള്ളു. നല്ല മാർക്കുണ്ടോ? പോയി റെഡി ആവുന്ന വിളിച്ചോണ്ട് പോകും. ഇപ്പോഴേ പോകണ്ട, ഇച്ചിരി കഴിയട്ടെ. എല്ലാവരും ഒക്കെ വരട്ടെ ഇവിടെ. അല്ല അറിയാതെ എന്താ അറിയാമോ, ഞാൻ ഇന്ന് വേറൊരു വലിയൊരു അത്യാവശ്യമാണ്. ഇല്ല ഇന്ന് എന്തായാലും കാണാൻ പറ്റില്ല. നാളെ കാണാം ഉറപ്പ്. നാളത്തേക്ക് നമുക്ക് സെറ്റാക്കാം. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ എടാ, ചെറിയ തിരക്ക്. എത്ര നേരമായിട്ടത്? എൻ്റെ അമ്മവാ വീട്ടിൽ നിന്നൊക്കെ എങ്ങനെയെങ്കിലും ഊരി ഇവിടെ വരാനുള്ള പാട് വല്ല പറഞ്ഞ അമ്മവനെ അറിയണോ? പൂവനി. ഞാൻ ഇപ്പം നീ വരാൻ വേണ്ടി 2 ചായ കുടിച്ചപ്പോൾ 2 ചായ കൂടെ കുടിച്ച പൈസ ഞാൻ കൊടുത്തേക്കാം. പ്രശ്നം തീർന്നില്ലേ? ഒരു ചായ വേണം. എനിക്ക് ചായ വേണ്ട. ചായ കുടിച്ചോന്നാ? എന്നെ വേണ്ട, ഞാൻ എൻ്റെ പൈസ കൊടുത്തോളാം. അമ്മ ഞാൻ അധികം സമയമില്ല, എന്നാ വേഗം പോവാം. ഞാൻ കൊടുക്കാം. ഇനി ഞാൻ കാരണമാണല്ലോ താമസിച്ച്. ഞാൻ കൊടുക്കാം. അതെന്താ വളണ്ടിപ്പോന്ന് എന്താ ചോദിച്ചിട്ട്? ഞാൻ അവിടെ ചീനയിലെ മറ്റേ ഈ പ്രാണി ഇങ്ങനെ കുത്തുണ്ട്, അതിനൊരു പൊടി ഉണ്ട് ഇവിടെ കിട്ടുന്നു പറഞ്ഞു. ഞാൻ അത് നോക്കട്ടെ. ഞാൻ കൊടുത്തിട്ട് വരാം. ഒരു ചായ 2 കടി 16. അമ്മാ
ഇവിടെ നോക്കണം വണ്ടി ഓടിക്കണത് അയ്യോ മുറിഞ്ഞല്ലേ നോക്കിയിട്ട് വേണ്ട ഓടിക്കാൻ. താൻ ആകാശത്ത് നോക്കിയാണോ നടക്കുന്നത്? വണ്ടി ഓടി ചോദിച്ചിരുന്നു ഷോ എന്റെ അമ്മ നീ വണ്ടി ഓടിച്ച ആളാവനെ നീ വെള്ളം ആൾക്കാരെ ഞാനാരെന്ന് അറിഞ്ഞൂടാ ചോദിച്ചേണ്ട പോലീസിൽ ഏൽപ്പിക്കാൻ പറ്റേ ആശുപത്രി നിന്നെ കാണിച്ചു തരാം അമ്മ ആശുപത്രി നമുക്ക് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം നീ നോക്കിക്കോ നിന്നെ പൊക്കി അകത്തിട്ടിരിക്കുന്നു പോലീസിനെ നോക്കിക്കോ 24 മണിക്കൂർ നിന്നെ ഞാൻ പൊക്കി അകത്തിട്ട് നീ നോക്കിക്കോ ലേറ്റസ്റ്റിനോടാണ് കളിക്കുന്നത് അമ്മ നമുക്ക് ആശുപത്രി പോവാം അടിച്ചിട്ട് വന്നു വണ്ടി നമ്പർ എടുക്ക് വണ്ടി നമ്പർ എടുക്ക് വണ്ടി നമ്പർ ഒരു ഓട്ടോ നിനക്ക് വെച്ചിട്ടുണ്ടാ ഓടാതെ ഓട്ടായി പോ ഓ എനിക്ക് ഒന്നാമത് എനിക്ക് കൈ വന്നിരിക്കുകയാണ്. അല്ല എന്നാലും ഞാൻ ആലോചിക്കുകയാണ് അവൻ ഇത്ര സ്നേഹമില്ലാത്തവനായി പോയല്ലേ. വരെ എൻ്റെ ആരുമല്ല അവൻ്റെ ആരുമല്ല ഞാൻ. എന്റെ ദൈവം ഇത് കഴിഞ്ഞില്ല ഇതുവരെ. കഴിഞ്ഞ് എന്റെ അമ്മ ക്ലീറ്റോ അറിയാതെ വാവുകൊണ്ട് പറഞ്ഞു. അത് ഞാൻ അറിയാതെ അമ്മേനോട് പറഞ്ഞു. മിണ്ടാതിരിക്കുന്നു. ഞാൻ പറഞ്ഞാന്ന് ദൈവത്തെ ഓർത്ത് പോയി പറയല്ലേ. ഞാൻ ചോദിക്കും അവൻ ഇങ്ങോട്ട് വരട്ടെ. ഞാൻ ചോദിക്കും നീ പറഞ്ഞല്ലാതെ പിന്നെ ആര് പറഞ്ഞെന്ന് ഞാൻ പറയണം. ഞാൻ പറയും. ഇതുകൊണ്ട് ഞാൻ അമ്മേനോടൊന്നും പറയില്ലാത്തത്. ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ല. മൊത്തം പറഞ്ഞു കൊടുത്തിട്ട് ഇനിയിപ്പോ പറയത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇനിതേ അമ്മായി അറിഞ്ഞിട്ടില്ലാന്ന്. ആര് പറഞ്ഞിട്ടില്ല. അമ്മേനോട് മാത്രമല്ല ആരോടും പറഞ്ഞിട്ടില്ല. അത് അമ്മാവൻ എന്താ അങ്ങനെ ചെയ്തേന്ന് അറിയാൻ പാടില്ല. എന്തെങ്കിലും കാര്യം ഉണ്ടാവുമായിരിക്കും. അല്ല വേറെ കാര്യം ചോദിച്ചോട്ടെ, ഈ അമ്മാവൻ ഈ കാണിക്കുന്നത് ശരിയാണോ? അമ്മാവൻ അമ്മായിയെ അറിയിക്കാതെ നമ്മളെ അറിയിക്കാതെ ഈ പലയിടത്തും പോയി വീടും ബസ്സും ഒക്കെ മേടിച്ചിരുന്നു. നമ്മൾ അറിയുന്നില്ല. ഒരു ദിവസത്തെ അമ്മാവനങ്ങ് തട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മളറിയാതെ ആരുടെ പേര് കിടക്കുന്നു, ആരുടെ പേര് മേടിച്ച് വല്ലതും അറിയുന്നുണ്ടോ? നിനക്ക് ഭ്രാന്തുണ്ടോ? ഞാൻ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചായി പറയുന്നത്. ഇപ്പൊ ക്ലീറ്റ മച്ചമ്മയെ കൊണ്ടുപോയി, കനകമച്ചമ്മ കൊണ്ട് പിന്നെ എവിടെ പോയി കണ്ടു കാണും. സ്വത്തില്ലാതായിപ്പോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതൊന്നും അല്ല. റൊണാൾഡേ വാവളച്ച് നല്ലതെന്തെങ്കിലും പറയടാ നീ. അനിയൊന്നും പറയുന്നില്ല. അമ്മ ഒന്നും മിണ്ടാതിരുന്നോട്ടെ. ഇനി ഇത് വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിലായിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. വേണ്ടല്ലോ നീ ഒരു കാര്യം ഞാൻ അവനെ അറിയിക്കത്തില്ല. അറിയിക്കൂല. ഇനി ഇങ്ങോട്ട് വരുവാ ചിക്കടിച്ചു. ഇല്ല ഇനി ഇല്ല. അത്രേ ഉള്ളൂ. ചെറിയ ആ ഓട്ടോറിക്ഷക്കാരനെതിരെ ഞാൻ കേസ് കൊടുക്കും. വണ്ടി ഇതുവരെ ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവന് അഹങ്കാരമില്ല. ഇങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ഈ റോഡിന്റെ അവസ്ഥ മനസ്സിലാവുന്നത്. ഈ റോഡിൽ എത്ര വണ്ടി ഇവിടെ വരുന്നുണ്ട്. ഇവിടെ കനകന്റെ സ്കൂട്ടർ തന്നെ എന്നും പോയി വരികയും ചെയ്യല്ലേ. പിന്നെന്താണ് ഇതെന്നത് എന്താ പറ്റിയടാ? വീണത് വണ്ടി തട്ടി. വണ്ടി തട്ടിയപ്പോ വീണു. വീണ്. എടാ നീ എന്നെ ഒളിച്ച് എപ്പോ എവിടെ പോയാലും നിനക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ടെങ്കിലും നീ ഒന്ന് പഠിച്ചോ. എന്ത് പറ്റിയതാന്ന് പറ. ഒളിച്ചു കളി. അത് വിളമ്പിയല്ലേ ഞാൻ വിശേഷം തങ്കം. നിന്നെ ഒരാള് അപകടം പറ്റി വന്ന അതെന്ത് ചെയ്തു എന്നുള്ളതല്ല, പോയത് വന്നതാണ് നിങ്ങളുടെയൊക്കെ വിഷയം. അങ്ങനെയുള്ള അത് ശരിയല്ല. പിന്നെ എങ്ങനെ ഈ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുമ്പോ തന്നെ 100 നെഗറ്റീവ് അല്ലേ? പിന്നെ ഓരോന്നും സംഭവിക്കാതിരിക്കുന്നത്. ഇവിടെ മാത്രല്ല വീട്ടിലെങ്ങനെ തന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങിയ ഈ ഗിരിജ പിന്നാലെ വന്ന് 101 ചോദ്യ. പിന്നെ എങ്ങനെയാ കാര്യം നടക്കുക? എടേ ആ പൈപ്പ് മൂട് ഒരു വീടും സ്ഥലവും കിടപ്പുണ്ട്. ഒരു ചെറിയ വിലക്ക് കിട്ടും. അമ്മാവനത് ഞാൻ അമ്മാവനെ കൊണ്ട് വാങ്ങിപ്പിച്ചാൽ നമുക്ക് മറിച്ചടിക്കാന്നൊക്കെ ഉള്ള രീതിയിൽ ഞങ്ങൾ പോയതാ. അപ്പോൾ അവിടെ അതിനിപ്പുറത്തൊരു ചായക്കട ഉണ്ട്. അമ്മ എന്നെ വീട്ടിൽ അവിടെ ചായ കുടിച്ചുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് ഒരു ചായക്ക് പറഞ്ഞു. അമ്മ അതിനിടയ്ക്ക് തൊട്ടപ്പുറത്ത് അവിടെ ഒരു കടയുണ്ട്. ഈ ചീരയുടെ മറ്റേ പ്രാണിയൊക്കെ പറഞ്ഞതിന് വിഷം അടിക്കുന്ന മരുന്ന് കിട്ടുന്ന കടയുണ്ട്. ഞാൻ അത് മേടിച്ചോട്ട് വരേന്ന് പറഞ്ഞു. അമ്മാവൻ റോഡ് ക്രോസ് ചെയ്ത് ഞാൻ ചായ കുടിച്ച് പൈസ കൊടുക്കണതിനിടയിൽ ഒരു ബഹളം കേട്ട് നോക്കുമ്പോൾ അമ്മാവനെ ഇടിച്ചിട്ടേക്കുന്ന സ്കൂട്ടർ. അടിച്ചിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരൻ. അതല്ലേ അങ്ങനെ ചെയ്തെങ്കിൽ എന്താ? എന്നിട്ട് മോടാ ഈ വയസ്സായ നോക്കി നടന്നുകൂടെ അല്ലെ വീട്ടിൽ ഇരുത്തി കൂടെ. അരികിലാണേ അവൻ ഭയങ്കര ഷോ.
നമ്മൾ വിടുവോ ഷോ കാണിച്ചാൽ അതിന്റെ ഡബിൾ ഷോ നമ്മളെ ഇരിക്കല്ലേ. ആൾക്കാരൊക്കെ ഞങ്ങളുടെ ഭാഗം. ആ ഞാൻ പറയടാ, ഒരെണ്ണം കൊടുത്തു, ഞാൻ വെള്ളം അടിച്ചേക്കല്ലേ കൊടുത്തു. പക്ഷെ എന്നിട്ട് വിടില്ല, നിന്നെ എന്നെ എടുത്തോളാന്ന്. ഞാൻ പറഞ്ഞു നീ എന്നെ എടുക്കാൻ വാന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ വണ്ടി എടുത്തിട്ട് പോയി. സ്റ്റേഷനിലേക്ക് പോയി. അല്ല ഞങ്ങൾ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്ത് കേസൊക്കെ കൊടുത്തോ? പിന്നെ കൊടുക്കണ്ടേ? അല്ല അത് നന്നായി അയാള് വെള്ളമടിച്ചിട്ടില്ലേ? അതെ അതെ. കണമച്ചപ്പോ ഉണ്ടോ സ്റ്റേഷനിലുണ്ടോ? അയ്യോ കനകം വെച്ചമ്പി, എടാ ഇത് മ്യൂസിയം സ്റ്റേഷന്റെ പരിധിയിൽ. അവിടെയാണ് സ്ഥലം നോക്കി. അവന്റെ സ്റ്റേഷനിൽ പോയ വല്ല നടപടിയുണ്ടോ? അവനെ കൊണ്ട് പിന്നെ അല്ല ഇവിടെ സ്റ്റേഷനിൽ ഇവൻ പോയിട്ട് കേസ് കൊടുക്കുമ്പോ അവിടെ പരിചയമുള്ള പോലീസുകാരും സാറേന്നൊക്കെ പറഞ്ഞു എല്ലാ കാര്യം ചെയ്തു കൊടുത്തു. അവിടെ അവനെ 24 മണിക്കൂറിനുള്ളിൽ പിടിക്കാന്നാ പറഞ്ഞേക്കണ്. അതെ, നിങ്ങൾ പറഞ്ഞ പോലെ എന്താ ഇത് പൂജപ്പുര സ്റ്റേഷൻ ആണെങ്കിൽ ഒരു വകയും നടക്കൂല. അവൻ പറയും പോട്ടെ മാവിനെ അത് കേസാക്കണ്ടെന്നേ പറയുള്ളൂ. പക്ഷെ ഇവിടെ നമ്മളെ ടീമുകളാ പോലീസുകാരെല്ലാം. അതുകൊണ്ട് നോക്കിയോ, പൊക്കിയില്ലെങ്കിൽ പിന്നെ അടുത്ത പോലീസുകാർക്ക് പണിയാണ്. നമ്മളല്ലേ ഇരിക്കുന്നത്. ഇല്ല സ്റ്റിച്ചിന്റെ ചെറിയ കല്ലിങ്ങനെ കല്ലിലേക്ക് വിട്ടെ കുത്തിയിട്ടൊന്ന് പൊട്ടിയൊക്കെ ആയി എന്നാ ഒരു ഡ്രസ്. ഇതിപ്പോ പാടില്ലെങ്കിൽ പിന്നെ ഈ നടത്തിക്കൊണ്ട് വന്നതിന് ഒരു ഓട്ടോറിക്ഷയിൽ വന്നാൽ പോലെ. എന്തിന് തലകുത്തിയല്ലേ നടക്കുന്ന, കാലുകുത്തിയല്ലേ തലയിലല്ലേ മുറിവ്. ഓട്ടോറിക്ഷ തന്നെ വന്നത്. അവൻ ഇനി ഇറങ്ങൂല, ഇവിടെ റോഡ് പൊളിഞ്ഞ് കിടക്കണത് ഇറങ്ങൂല. നേതാവും പോലീസുകാരനൊക്കെ പാടി ഇവിടെ വൃത്തിയാക്കിയിട്ടേക്കാണല്ലോ റോഡ്. അമ്മാവ അവനെ ഞാൻ പണി വേറെ കൊടുക്കുന്നുണ്ടാവും. അവൻ ഇച്ചിരി മുടയാണ്. ഓട്ടോറിക്ഷക്കാരനെ ചായ വല്ലതും വേണം അമ്മാവന്? എന്തെങ്കിലും കുടിക്കാനുള്ള ചായ വല്ലതും വേണം? ഇത്തിരി വെള്ളം കുടിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ. ഗിരിജ അറിയണ്ട കേട്ടോ. അമ്മായി അറിയാതിരിക്കണ എങ്ങനെയാ? ആരും അറിയണ്ട. അടി കൊടുത്തോ, പൊട്ടിയിലൊന്നും കൊടുത്തോ? കൊടുത്തു. അല്ല അതെ, അല്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ നമ്മൾ ക്യാമ്പയിനിങ് നടത്തണം. അത് അടുത്ത എക്സിക്യൂട്ടീവിൽ ഞാനത് പറയും. അല്ലല്ല അത് ഞാൻ അവതരിപ്പിച്ചോളാം. എന്നിട്ട് നമുക്ക് അവിടെ ഒരു തീരുമാനം ഉണ്ടാക്കണം. എന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. ശരി നമുക്ക് നോക്കാം. മീറ്റിംഗ് അപ്പുക്കുട്ട സാറോട് സംസാരിച്ചിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്യാം. ശരി അത് ഗ്രൂപ്പിൽ മെസ്സേജ് ഇടാം. എനിക്കൊരു ചെറിയ സഹായം ചെയ്യണം. സാമ്പത്തികമാണോ? സാമ്പത്തികമൊന്നുമല്ല, പിന്നെ സാമ്പത്തികം കിട്ടാനുള്ളൊരു ഏർപ്പാടാണ്. എന്നാ പറ. നമ്മുടെ വിക്ടർ എന്ന് പറയുന്ന ഒരുത്തുണ്ട്, മെഡിക്കൽ സ്റ്റോർ നടത്തുന്നത്. അവൻ എൻ്റെ അടുത്ത് വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് വണ്ടി പണിഞ്ഞതിന് 14,600 രൂപ ഉണ്ട്. സ്പെയർ പാർട്സ് കടയിൽ സാധനം മേടിച്ചാൽ ചെയ്ത സാധാരണ അങ്ങനെ തരുന്നേ. ഇപ്രാവശ്യം വന്ന് വണ്ടി പണിഞ്ഞോട്ട് വരാൻ പൈസ ഇതുവരെ തന്നിട്ട്. ഇന്ന് തരാം നാളെ തരാമെന്ന് പറയാം. അവൻ കടയിൽ നിന്ന് തുറക്കുന്നുണ്ട്, വർക്ക്ഷോപ്പിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ട്. വണ്ടി പണിഞ്ഞിട്ട് വണ്ടി ഓടണ കണ്ടീഷൻ ആയാ? പുത്തം പോലെ ആക്കി കൊടുത്തന്നേ. അതെന്തോ അങ്ങനെ പറയുന്നത്? എന്നിട്ട് തന്നില്ലേ? ഇല്ല, വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല. ഞാൻ 2 പ്രാവശ്യം വീട്ടിൽ തിരക്കി ചെന്നപ്പോൾ കൊച്ചിനെ കൊണ്ട് ഇവിടെ ഇല്ല എന്ന് പറയാം. അച്ഛമ്മ എങ്ങനെയല്ലേ ഇടപെട്ട പൈസ ഒന്ന് മേടിച്ചോ അച്ഛമ്മ? അതിനൊക്കെ ഇവിടെ പോലീസുകാരുള്ള പോലീസ് മച്ചമ്പിന്റെ അടുത്ത് പറ. അല്ല, പൂജപ്പുര സ്റ്റേഷനല്ല, നമ്മുടെ മ്യൂസിയം സ്റ്റേഷന്റെ താഴെ ആ നഗറിലാണ് താമസിക്കുന്നത്. മ്യൂസിയമാണോ? വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് വേറെ തൊല്ലയാവും. അച്ഛമ്മയ്ക്ക് സ്റ്റേഷനിൽ നല്ല പിടിപാടുണ്ടെന്ന് ഇന്നലെ മാമനും പറഞ്ഞു. പൂജപ്പുര സ്റ്റേഷൻ പോലെ അല്ല മ്യൂസിയം സ്റ്റേഷൻ. മ്യൂസിയം സ്റ്റേഷനിൽ പണിയെടുക്കുന്ന ആൾക്കാർ ഇരിപ്പുണ്ട്, പണി അറിയാമെന്നുള്ളവർ. അവർ വിചാരിച്ച എല്ലാ കാര്യവും നടക്കും. ഒരു കാര്യം ചെയ്ത് നീ ASI പ്രദീപൻ സാറിനെ ചെന്നൊന്ന് കാണും. ആണോ? അങ്ങോട്ട് വിവരം പറ. ഓട്ടോ വിളി, നമുക്കിപ്പോൾ തരാമോ? എവിടെ? ഇപ്പോൾ പോണ്ട, നീ നാളെ പോയാൽ മതി. ഇതിപ്പോൾ അവർ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വേറെ പരിപാടിയൊക്കെ കാണും. അച്ഛമ്മയോട് വരുമോ? ഞാൻ വരണ്ട, നീ പോയി പറഞ്ഞാൽ ഞാൻ പറയും പോലെ തന്നെ നീ പറയണം. എൻ്റെ അനിയനാണെന്ന് പറഞ്ഞാൽ കൂടെ പരിചയപ്പെടുത്തുക, എന്നിട്ട് കാര്യങ്ങൾ പറയുക. അവിടെ വേറെ ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല കേട്ടാ. നല്ല സ്വീകരണമായിരിക്കും നിനക്ക്. ശരി വിളിച്ച് പറഞ്ഞാ ഞാൻ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞേക്കാം. അല്ല, വിളിച്ച് പറയണം, ഞാൻ രാവിലെ രാവിലെ പോയാൽ മതി. വണ്ടികൾ പണിയണത് വൃത്തിയായിട്ട് പണിഞ്ഞു കൊടുക്കാൻ നോക്കും. ഒന്നാമത്തെ കാര്യം അതുകൊണ്ടാണ് പലരും പൈസ തരാത്തതാണ് എനിക്ക് തോന്നുന്നത്. ഒന്നുമല്ല, വണ്ടി ഞാൻ പണിഞ്ഞിറങ്ങിയ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ പോലെ അതാ എല്ലാവരും പറയുന്നത്. പിന്നെ ഒരു ഷോറൂം ഒക്കെ തുടങ്ങിക്കൂടെ? അത് പൈസ മുടക്കിയത് ഞാൻ ചെയ്യത്തില്ല. എത്ര ആളോട് പറയുന്നു? രാവിലെ പോയി വാങ്ങാൻ നോക്ക്. എടാ വിക്ടറേ, എന്റെ പൈസ നീ തരുന്നതിന്റെ ഞാൻ മേടിക്കും. റൊണാൾഡോ ശരിയാ, തൂങ്ങി പറഞ്ഞ. അല്ല, അയാള് തൂങ്ങി മരിച്ചതിന് ഇപ്പൊ ഞങ്ങള് കൊടുക്കുന്ന എന്താ പറയാൻ കാരണം? അല്ല എന്താണ് കാര്യം അറിയാൻ പറ്റില്ലല്ലോ. തൂങ്ങി മരിച്ച സമയത്ത് അതിന് മുമ്പായിട്ട് അയാൾ വല്ല കുറിപ്പോലെ ചോദിച്ചിട്ടുണ്ടെങ്കിലാ? എന്തുകൊണ്ടാണ് ഇന്നലെ സ്റ്റേഷനിൽ ആളോടെ ചെന്നിരുന്നു. ചിലർക്ക് ഈ പോലീസ് വീട്ടിൽ ചെല്ലുന്നതൊന്നും ഇഷ്ടപ്പെടൂല. ചിലപ്പോൾ ഈ പറഞ്ഞ കണക്ക് മനസ്സിന് വിഷമം തോന്നിട്ട് അങ്ങനെയെല്ലാം ചെയ്തതാണെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഞങ്ങളോട്ട് നിന്ന ഒരു പെരുമാറ്റം വെച്ചിട്ട് അവൻ ഒരിക്കലും ആത്മഹത്യയിലും അവൻ ഒരു ഭയങ്കര ഞങ്ങളോട് ദേഷ്യപ്പെട്ട ആളല്ലേ, പെട്ടെന്ന് റിയാക്ട് ചെയ്ത ആളാണെന്ന് മനസ്സിലായത്. അപ്പൊ തന്നെ നന്നായി അടിച്ചിട്ടുണ്ട് അവനെ. ഒരാളുടെ ബേസിക് നേച്ചർ വെച്ചാൽ അയാളുടെ സ്വഭാവം ഒരു കാര്യത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ചെറിയൊരു കാര്യമില്ലായിരുന്നു. ഞങ്ങൾ അവനൊന്നും ചെയ്തില്ല. നമ്മൾ നിയമപരമായിട്ട് കേസ് ഒരാളെ വണ്ടി ഇടിച്ച പരാതി അല്ല, അത് അയാൾ നിങ്ങൾ പ്രൊവോക്ക് ചെയ്തില്ലേ?
അയാൾ വഴക്കുണ്ടാക്കില്ല ഇങ്ങോട്ട്. ഇങ്ങോട്ട് ഉണ്ടാക്കിയപ്പോ ഇടിച്ചിട്ടിട്ട് അവൻ പിന്നെ അങ്ങനെ ഇങ്ങനെ നോക്കി നടന്നു. അവൻ ക്ഷമ പറഞ്ഞാൽ ഞങ്ങൾ കേസ് കൊടുക്കില്ല. ക്ഷമ പറയാൻ തയ്യാറല്ലാത്തൊരു മനസ്സായിരുന്നവൻ്റെത്. അതെ അതെ. ആ അത് അങ്ങനെ ഒരാൾ ചിലപ്പോ അങ്ങനെ ചെയ്യും. മനസ്സിലായില്ലേ? ഇപ്പൊ നീ എന്താ പറയണ? അയാൾ എന്തായാലും ആത്മഹത്യ ചെയ്തു. അതെ. ഇനി അവിടെ നിന്ന് വല്ല കുറിപ്പ് വല്ലതും കിട്ടുകയാണെങ്കിൽ അതിനകത്ത് നിങ്ങളുടെ പേര് വല്ലതും ഉണ്ടെങ്കിൽ അളിയാ നീ അങ്ങനെ വല്ലതും ചെയ്യാണ് തങ്കം. അളിയാ ഒന്ന് സത്യത്തിൽ നമ്മളെ വേറെ ഒന്നും ഉദ്ദേശിച്ചല്ല, ഒരു പരാതി. ശരി, നിങ്ങൾ ഇനിയിപ്പോ ടെൻഷൻ അടിക്കണ്ടേ. ഞാൻ എന്തായാലും ഇപ്പൊ മ്യൂസിക് സ്റ്റേഷനിലോട്ട് പോകുന്നുണ്ട്. അവിടെ പോയിട്ട് അന്വേഷിക്കാം. എന്നിട്ട് ഈ പറഞ്ഞ പോലെ എന്താണ് കാര്യങ്ങളെന്ന് അന്വേഷിച്ചിട്ട് വരാം. ദയവ് ചെയ്ത് ഇനി ഇതിനെപ്പറ്റി സംബന്ധിക്കുന്ന കാര്യങ്ങൾ ആരോടും ഫോണിലോ അല്ലാതെ ഒന്നും സംസാരിക്കണ്ട. ഒന്നാരും വിളിക്കണ്ട. ചിലപ്പോൾ ഇത് അറിയാത്തവരുണ്ട്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അല്ലേ? ഇത് വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ മതി. ഇത് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ അവിടെ പോയി നോക്കിട്ട് വേഗം വിവരം എന്താ വെച്ചാൽ അറിയിക്കണം കേട്ടോ. ഒരു സമാധാനം ഇല്ലാതാ. ഓ അതെ, ഇനി ആരെയും വിളിക്കാൻ നിൽക്കണ്ട. തല കറങ്ങണ പോലെ ഗുളിക കഴിച്ചിട്ടില്ല. ഇല്ലേ, ഗുളിക കഴിക്കണം. എൻ്റെ ദേഹം ഇപ്പൊ തളരണ പോലെ. ചുമ്മാ ഇരിക്കുന്നത്. അത് മച്ചമ്പത്തല സ്റ്റേഷനിലോട്ട് പോയിട്ടുണ്ടല്ലോ. എന്തെങ്കിലും ഒരു പരിഹാരം നിങ്ങൾക്കേ അതികുന്തമാണ്, അതികുന്തം. സമാധാനം ഉണ്ടോ ഇപ്പൊ? ഇപ്പൊ നല്ല ആശ്വാസം ഉണ്ടോ? ഇപ്പത്തിനെ കൊണ്ടുവന്ന് കൊന്നുകളഞ്ഞപ്പോഴത്തേക്കും അതിപ്പോ മനഃപൂർവ്വം കണ്ട് ചെയ്തതാണ്. ഇങ്ങനെയൊക്കെ പറയണം. പിന്നെ എന്തോന്ന് ഒരു പരാതി കൊടുക്കേണ്ട ഒരാളെ വണ്ടി ഇടിക്കുമ്പോ അതിനിങ്ങനെ കൊന്നൊക്കെ പറയല്ലേ? അതിനൊന്നുള്ള കൊന്നു തന്നെയാ പറയേണ്ടത്, അല്ലാതെ വേറെ ഒന്നുമല്ല. നിങ്ങൾക്ക് അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നാ മതിയായിരുന്നില്ലേ? ഇല്ലേ? നിങ്ങൾ നേരം വെളുക്കുമ്പോ എന്തെന്ന് നിങ്ങൾക്ക് ഇത്ര ക്രിമിക്കുത്തെന്താ നിങ്ങക്ക്? ഞാൻ പോയത് അതിനല്ലല്ല. സംഭവിച്ചു. ഞാൻ ഇവിടെ ഇറങ്ങിയപ്പോ പറഞ്ഞത് നിങ്ങളെ കൊണ്ട് പോയാ അത് നന്നാവൂലെന്ന്. അതുപോലെ തന്നെ വന്നോ? നിന്റെ പ്രാക്ക് തന്നെയാണ് എനിക്ക്. അത് എന്റെ പ്രാക്കാണ്, നിങ്ങളുടെ കയ്യിലിരിപ്പിന്റെ അല്ല. നീ ഇടുന്ന മോങ്ങ എന്നിട്ട് നാട്ടുകാരും മുഴുവനും കൂടി അറിയട്ടെ. അപ്പൊ ഇപ്പൊ ആർക്കും ആരെയും വണ്ടി ഇടിച്ചിട്ട് പോവാന്നാ പറയണേ? അമ്മാവനല്ലേ വണ്ടി ഇടിച്ചത്? അപ്പൊ എനിക്ക് ചോദിക്കണ്ടേ അവരുടെ അടുത്ത്? ചോദിക്കുമ്പോ മര്യാദക്ക് സംസാരിക്കണം, അല്ലാതെ വേറൊന്നുമല്ല. അവൻ ഇങ്ങോട്ട് മര്യാദ കാണിച്ചില്ല, അപ്പൊ ഞാൻ അങ്ങോട്ട് അതുപോലെ. നിങ്ങൾ എന്തിനാ ചെറുക്കൻ അവിടെ അടിച്ചത്? എന്തിനാ അടിച്ചില്ല? അടിച്ചു. നിങ്ങൾ അങ്ങനെയുള്ളതെന്ന് പറഞ്ഞത്? ഞാൻ ഒന്ന് വഴക്ക് പറഞ്ഞേ ഉള്ളൂ, പിന്നെ ഗമയ്ക്ക് വേണ്ടിട്ട് അടിച്ചെന്ന് പറഞ്ഞാൽ. അയ്യോ, ഇന്നലെ പരാതി കൊടുത്തിട്ട് വന്നപ്പോ എന്താ പറഞ്ഞത്? അയ്യോ, പൂജപ്പുര സ്റ്റേഷൻ ആവാൻ ഞാൻ നന്നായി, മറ്റേ അവിടുത്തെ മ്യൂസിയത്തിന്റെ സ്റ്റേഷൻ ആയതുകൊണ്ട് മറ്റേ പോലീസുകാർ എടുത്തോണ്ട് നടക്കുമായിരുന്നാണല്ലോ. ഒരാവശ്യത്തിന് ഞാൻ പറയും, ഒരാവശ്യത്തിന് എന്റെ ആങ്ങളെ ഉണ്ടാവുള്ളൂ. കരയാതെ കനമച്ചൂർ സ്റ്റേഷനിലോട്ട് പോയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പ്രതിനിധി കാണും. അഥവാ ഇനി ലിസ്റ്റിലെങ്ങാനും പേരുണ്ടെങ്കിൽ രാഷ്ട്രീയ ഭാവി, ജയിൽവാസം, കുടുംബത്തിന്റെ മാനത, കുട്ടികളുടെ ഭാവി എല്ലാം അല്ല. ഒന്നും വരാതിരിക്കാൻ ഞാൻ പള്ളിയിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാം കേട്ടോ. എന്റെ വകയും കൂടെ 1000 മെഴുകുതിരി കത്തിച്ചു. ഓ അതികുന്തമാണടാ ക്ലീറ്റസ്, നിനക്ക് അതികുന്തമാണ്. അല്ലെങ്കിൽ പിന്നെ ഈ നിസാര മുറിവിന് നീ കൊണ്ടുവന്ന കേസ് കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന? അല്ല, ഇല്ലെങ്കിൽ കനകനുമായിട്ടൊന്ന് ആലോചിക്കണമായിരുന്നു. നീ കാരണമാണ് അവൻ ആത്മഹത്യ ചെയ്തത്. സത്യം എടുത്ത് ചാടുണ്ടായിരുന്നു ക്ലീറ്റസ്. ആണ് ആണ് ഇത് എത്ര പറഞ്ഞാലും ക്ലീറ്റോന് മനസ്സിലാവൂല, എത്ര പറഞ്ഞാലും. എന്നിട്ട് 2 കൊമ്പുണ്ടെന്ന് നിങ്ങളുടെ വിചാരം. നിങ്ങൾ ഇപ്പോഴും ഭൂമി കൂടിയാ നടക്കുന്നത്, അത് മറക്കരുത്. ക്ലീറ്റസ് ചേട്ടനെ ബോധമില്ല, അമ്മാവനെങ്കിലും പറയായിരുന്നില്ലേ? കനകനോട് ചോദിച്ചിട്ട് കേസ് കൊടുത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞതാ. സമ്മതിച്ചിട്ടുണ്ടാവൂല. ഒരു ചെറുക്കന്റെ ജീവിതം അങ്ങ് എടുത്തപ്പോ സമാധാനമല്ലോ. ഇനി അതിന്റെ പിറകെ നടക്കണ്ടേ? വല്ല പേര് എഴുതി വെച്ചാൽ ആ ചെറുക്കൻ മരിച്ചേക്കണെങ്കിലും ഉണ്ടല്ലോ, തീർന്ന്. തങ്കം, ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് വരട്ടാൻ വേണ്ടിട്ടല്ലാതെ വേറെ ദൈവമാണോ? നിങ്ങളെല്ലാം കൂടി ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ? ഇപ്പൊ അമ്മാവൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങളൊക്കെ ഇപ്പൊ എന്തെങ്കിലും പറയുമോ? എന്ത് മനം നൊന്തിട്ടായിരിക്കും ആത്മഹത്യ ചെയ്യണത്? മ്യൂസിയം സ്റ്റേഷനിൽ പരാതി കൊടുത്ത് വന്നപ്പോ ക്ലീറ്റോ ചേട്ടൻ എന്തൊരു ജാടയായിരുന്നു. എന്തൊക്കെയാ പറഞ്ഞത് ഇവിടെ വന്നിട്ട്? അയ്യോ, അവിടെ ചെന്നപ്പോ എന്തൊരു സ്വീകരണമായിരുന്നു. പൂജപ്പുരയിലെങ്ങാനും ചെന്നിരുന്നെങ്കിൽ അവിടെ കനകനുണ്ട്, അവൻ പിന്തിരിപ്പിച്ച് വിടുവന്ന്. ഏട്ടനുണ്ടായിരുന്നെങ്കിൽ കേസും കൊടുക്കത്തില്ലായിരുന്നു, ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കേണ്ടേ വരത്തില്ലായിരുന്നു. എന്നിട്ട് ഇപ്പൊ ആ പാവം നെട്ടോട്ട് ഓടുവാ കിടന്ന്. കനക ഫോൺ പിടിച്ചിട്ട് എടുക്കണില്ല. വരും, അവൻ നല്ലതും കൊണ്ട് വരും. ഇത് ഒരു കാര്യം ഉണ്ടായില്ല. അന്ന് ആ PTA മീറ്റിങ്ങിന് പോയാൽ മതിയായിരുന്നല്ലോ. അപ്പൊ കള്ളത്തരം കാണിച്ച് 2 പേരും കൂടി ഇറങ്ങി. എന്തായി? പോയോ? കണ്ടോ?
അളിയ ബോഡി അഴിച്ചിറക്കി ഒരു ആത്മഹത്യ കുറിപ്പ് കിട്ടിയിട്ടുണ്ട്. എന്റെ ദൈവമേ. 2 പേരുണ്ട്. ഒറ്റ കാരണം ഇപ്പൊ ഞാനും കുടിക്കില്ലടാ. നിങ്ങൾ കിടന്ന് കരയുന്നത് എന്തിനെ? രണ്ടാളുടെ പേര് കിട്ടിയില്ലേ? നിങ്ങളെ പേര് ഞാൻ പറഞ്ഞ നിങ്ങളുടെ പേരല്ല. അതിലൊരു കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്, എന്റെ മരണ കാരണം എന്റെ ഭാര്യയും ഭാര്യയുടെ കാമുകനുമാണെന്ന്. അയാളുടെ ഭാര്യയ്ക്ക് വേറെ ദൂരത്തിനായിട്ട് അടുപ്പുണ്ടായിരുന്നു. ഇത് അറിഞ്ഞ് കുറെ ആളായിട്ട് പുള്ളി മാനസികമായിട്ട് തകർന്നു നിൽക്കുകയായിരുന്നു. ആണ് ഫുൾ ടൈം ഉള്ളതായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് വണ്ടി പിടിച്ച് നമ്മൾ തട്ടിയുണ്ടായിരിക്കും. അപ്പൊ ഞങ്ങളല്ല. കഷ്ടായി. ക്ലീറ്റോ, നീ ഒരു രാഷ്ട്രീയ നേതാവല്ലടാ. ഇങ്ങനൊരു നിസാര കാര്യത്തിന് ഇങ്ങനെ തളില്ല. അയ്യേ എന്തേ